വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തുടക്കം മുതൽ ചില ആരോപണങ്ങൾ ഉയർന്നതാണ്. ആ സംശയം ബലപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവറും അറസ്റ്റിലായവരിലുണ്ട്. ബാലഭാസ്കർ മരിക്കാനിടയായ അപകടമുണ്ടായപ്പോൾ കാർ ഓടിച്ചിരുന്നത് അർജുനായിരുന്നു. താനല്ല കാർ ഓടിച്ചിരുന്നതെന്ന് ആദ്യം നൽകിയ കള്ളമൊഴി അർജുനെ സംശയനിഴലിലാക്കിയെങ്കിലും അന്വേഷണ സംഘങ്ങൾ അയാൾക്ക് അന്ന് ക്ലീൻ ചിറ്റ് നൽകിയതാണ്. അർജുൻ ഇപ്പോൾ സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായപ്പോൾ പഴയ ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ പള്ളിപ്പുറത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ബാലഭാസ്കറും മകളും മരിക്കുന്നത്. 2018 സെപ്റ്റംബർ 25 പുലർച്ചെയായിരുന്നു അപകടം. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി, ഡ്രൈവർ അർജുൻ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന് ശേഷം ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായ പ്രകാശ് തമ്പിയും വിഷ്ണു സോമസുന്ദരവും സ്വർണ്ണക്കടത്തു കേസിൽ പ്രതികളായതോടെയാണ് വിവാദമുയർന്നത്. സ്വർണ്ണക്കടത്ത് ലോബിക്ക് മരണത്തിൽ പങ്കുണ്ടെന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണിയും ആരോപണമുയർത്തി. അപകടമരണമല്ല, ആസൂത്രിത കൊലപാതകമെന്നായിരുന്നു ആരോപണം. അതേസമയം അട്ടിമറിയല്ലെന്നും ഡ്രൈവർ അർജുൻ അശ്രദ്ധയോടെ അമിത വേഗത്തിലും വാഹനമോടിച്ചതാണ് അപകട കാരണമെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെതിരെ ബാലഭാസ്കറിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ സമീപിച്ചതോടെയാണ് കേസ് CBIക്ക് വിട്ടത്. ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുകൾ ശരിവെക്കുന്നതായിരുന്നു CBIയുടെ അന്തിമ റിപ്പോർട്ടും. എന്നാൽ പിതാവിന്റെ ഹർജിയിൽ ഹൈക്കോടതി വീണ്ടും തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചയിൽ അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ചുയർന്ന ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. ബാലഭാസ്കറിന്റെ ബന്ധുവായ പ്രിയ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പും അർജുനെ സംശയനിഴലിലാക്കുന്നു. അർജുൻ മനഃപൂർവ്വം അപകടമുണ്ടാക്കിയില്ലെന്ന് പറഞ്ഞ അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP ഹരികൃഷ്ണൻ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും പ്രിയയുടെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് സ്വർണം കവർന്ന് കടന്നവരിൽ ചിലർ ഷൊർണൂരിൽ ഇറങ്ങിയപ്പോൾ വാഹനവുമായി കൂട്ടിക്കൊണ്ടുപോയത് അർജുനാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് അർജുനെതിരായ കുറ്റം. ബാലഭാസ്കറിന്റെ മരണത്തിന് മുൻപ് അലക്ഷ്യമായി വാഹനമോടിച്ചതിന് ഒരു കേസ് മാത്രമാണ് അർജുന്റെ പേരിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അടിപിടിയടക്കം പല കേസുകളിലും അർജുൻ പ്രതിയായിട്ടുണ്ടെന്ന് പെരിന്തൽമണ്ണ DYSP പറഞ്ഞു. 18-ന് ശേഷമുള്ളത് പിന്നെ 20-നും 23-ലൊക്കെയാണ് കേസുകളുള്ളത്. 18-ലുണ്ട്, പിന്നെയുള്ള 2 കേസ് 2 അടിപിടി കേസാണ്. അത് 20-ലും 23-ലാണ്. ടോട്ടൽ 5. പിന്നെ 2 കേസുകൾ പറയുന്നുണ്ട്. 2 കൊല്ലം മുമ്പത്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. 2 റോബറി കേസുണ്ടെന്ന് പറയുന്നു. ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ പോയിട്ട് കവർച്ച കേസിന് വണ്ടി ഓടിക്കാൻ പോയിട്ട് 2 കേസുകളുണ്ടെന്നാലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. തൃശൂർ സ്വദേശിയായ 28-കാരൻ അർജുന് ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. അതേസമയം ഇതുകൊണ്ട് മാത്രം ബാലഭാസ്കറിന്റെ മരണത്തിൽ അർജുന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് കരുതാനാകില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അപകടം നടക്കുമ്പോൾ കാർ ഓടിച്ചത് ബാലഭാസ്കറാണെന്ന് വരുത്താൻ അർജുൻ ശ്രമിച്ചിരുന്നതാണ് ഇയാളെ അന്ന് സംശയനിഴലിൽ നിർത്തിയ കാര്യം. പിന്നീട് ശാസ്ത്രീയ പരിശോധനകളിലൂടെ കാർ ഓടിച്ചത് അർജുനായിരുന്നുവെന്ന് കണ്ടെത്തി. കാർ അപകടത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ വർഷമാണ്. ബാലഭാസ്കറിന്റെ പിതാവ് നൽകിയ ഹർജിയിലായിരുന്നു ഉത്തരവ്. തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നതിലേക്ക് കോടതിയെ നയിച്ചത് കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില സംശയങ്ങളാണ്. 2 പേർ മരിക്കുന്നതിനും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ അപകടത്തിൽ വാഹനമോടിച്ചിരുന്ന അർജുന് താരതമ്യേന ചെറിയ പരിക്കുണ്ടായതാണ് കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന വിഷയം. ബാലഭാസ്കറിന്റെ മരണത്തിൽ 6 വർഷം കഴിഞ്ഞിട്ടും ദുരൂഹതകൾ തുടരുകയാണ്. പുതിയ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ പങ്കിനെപ്പറ്റി വീണ്ടും അന്വേഷിക്കണമെന്നാണ് ബാലഭാസ്കറിന്റെ ബന്ധുക്കളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, News 18.